നരേന്ദ്രമോദിയോടുള്ള വിരോധം ഇന്ത്യ വിരോധമാക്കി മാറ്റുകയാണ് രാഹുൽ ഗാന്ധിയെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ്. വികസിത കേരളം വികസിത കടുത്തുരുത്തി ബിജെപി കടുത്തുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുവാൻ നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങളെ കോൺഗ്രസ് അംഗീകരിക്കുവാൻ തയ്യാറായിട്ടില്ല. രാജ്യം വെല്ലുവിളി നേരിടുന്ന സന്ദർഭത്തിൽ ശത്രു രാജ്യത്തെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് കൂട്ടിച്ചേർത്തു. എന്തിനാണ് പാകിസ്ഥാന്റെ കയ്യിലെ ആയുധം വാങ്ങാൻ രാഹുൽ ഗാന്ധി കൊടുക്കുന്നത്? എന്തിനാണ് പാകിസ്ഥാന് സഹായകരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്താൻ കോൺഗ്രസ് തയ്യാറാകുന്നത്? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, കോൺഗ്രസ് പാർട്ടി ഒരു കാലഘട്ടത്തിലും ഈ രാജ്യത്തോടൊപ്പം നിൽക്കാൻ അവർ തയ്യാറായിട്ടില്ല. രാജ്യം വെല്ലുവിളിയെ നേരിടുന്ന സന്ദർഭത്തിലെല്ലാം ശത്രു രാജ്യത്തിന്റെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ച പാർട്ടി, രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി രാജ്യാന്തര വേദികളിൽ പോയി ഇന്ത്യക്കെതിരായി നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയായി ഇന്ന് കോൺഗ്രസ് പാർട്ടി മാറുകയാണ്. ആ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയോർത്ത് പഴയ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും സഹതാപമുണ്ടാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കോൺഗ്രസുമായി നമ്മൾ എന്തായാലും അഭിപ്രായ വ്യത്യാസമുണ്ടായാലും കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകന്മാർ, കോൺഗ്രസിന്റെ നേതൃത്വം എന്തു ചെയ്താലും കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകന്മാർ രാജ്യത്തോടൊപ്പം നിൽക്കുമായിരുന്നു. ഇന്ന് കോൺഗ്രസ് പാർട്ടി നേതൃത്വം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കാണിക്കുന്ന ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ, നരേന്ദ്രമോദിയോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി മോദി വിരോധത്തെ ഇന്ത്യ വിരോധമാക്കി മാറ്റുകയാണ് രാഹുൽ ഗാന്ധി. കടുത്തുരുത്തി മാർക്കറ്റ് ജംഗ്ഷനിലുള്ള ഓപ്പൺ സ്റ്റേജിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ BJP കടുത്തുരുത്തി മണ്ഡലം പ്രസിഡന്റ് അശ്വന്ത് മാമലശ്ശേരിൽ അധ്യക്ഷത വഹിച്ചു. നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ ഒരു MLA-യും കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ 11 പഞ്ചായത്ത് പ്രസിഡന്റുമാരും കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ ബ്ലോക്ക് പ്രസിഡന്റുമാരും കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്ത് മെമ്പറും ഈ ഗണത്തിൽപ്പെടുന്ന ആളുകൾ, നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ, അവർ ദിവസക്കൂലി, അവർ ദിവസവേതനം കൊണ്ട്, ആ വേതനത്തിലെ നികുതി പണം അടച്ചുകൊണ്ട് നമ്മുടെ വേതനം കൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളുകളാണ്. അത് പഞ്ചായത്ത് മെമ്പർമാർ മുതൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ മുതൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ മുതൽ MLA ഉൾപ്പെടെ നമ്മുടെ ഫ്രാൻസ് ജോർജ് MP ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ കൊടുക്കുന്ന വേതനത്തിൽ നിന്നും സാധാരണക്കാരായ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങിയ ആളുകളാണ്. ഞാനിന്ന് സംസാരിക്കുന്ന ഈ കടുത്തുരുത്തിൽ നിന്നും ഒരു 50 മീറ്റർ മാത്രം മാറുമ്പോൾ കടുത്തുരുത്തിൽ നിന്നും മുളക്കുളത്തിലേക്ക് പോകുന്ന, പെരുവയിലേക്ക് പോകുന്ന, അറുന്നൂറ്റിമംഗലത്തിലേക്ക് പോകുന്ന റോഡുണ്ട്. എന്നെ ശ്രമിക്കുന്ന സാധാരണക്കാരായ നിങ്ങൾ ആ വഴി കൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കിയാൽ അറിയാം, കേരളത്തിലല്ല ഭാരതത്തിൽ, ഇന്ത്യയിൽ ഇങ്ങനൊരു റോഡ് കാണാൻ സാധ്യതയില്ല. BJP കോട്ടയം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ശ്യാംകുമാർ ആയാങ്കുടി, ശ്രീകല വിശ്വംഭരൻ, ഗിരീഷ് കുമാർ, PP രാജേഷ്, MP ബാബു, രമേശ് കാവ്യമറ്റം, TK മോഹനൻ, സന്തോഷ് കുമാർ MD, മാത്യു കൊട്ടാരം, രാകേഷ് പുറമറ്റത്തിൽ, ജോർജ് കുറുപ്പനാട്ടിൽ, വിനോദ് കുമാർ, സുധീഷ് PT എന്നിവർ സംസാരിച്ചു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.